YouTubeൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നീ വിഷയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്താൽ അപ്രൂവൽ കിട്ടുക എന്നുള്ള വിഷയവും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവുക. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ ഏതെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ് ആയി വരുമോ ഇല്ലേ എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു തരാം. റീയൂസ്ഡ് കണ്ടന്റ് മീൻസ് വൺസ് ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്താൽ, അത് വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ നേരെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു, പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തോന്നുന്നത് അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ആ സമയത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്ത് ഈ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന നേരം ആ സെയിം വീഡിയോ തന്നെ ആണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്, റിജക്റ്റ് ആവാറുണ്ട്. രണ്ടാമത്തെ കേസ് വരാറുള്ളത് മിസ്ലീഡിങ് കണ്ടന്റ്, മിസ്ലീഡിങ് മെറ്റാഡാറ്റ എന്നീ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന നേരം ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെയുള്ള പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും പേര് അങ്ങോട്ട് എഴുതി വെക്കും. അല്ലെങ്കിൽ ട്രെൻഡിങ് വിഷയങ്ങൾ, ഓരോരുത്തർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്നീ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും ഒരുപാട് അങ്ങോട്ട് എഴുതി വെക്കും. അതുപോലെ തന്നെ ഹാഷ്ടാഗുകൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ഹാഷ്ടാഗാണ് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ പോളിസി. ആ സമയത്ത് ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും അല്ല ഇക്ക, അത്രയും കൂടുതൽ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം തന്നെ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ പല ആളുകളും ഇക്ക സോറി പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 പറ്റുമെന്ന് പറഞ്ഞാൽ 15 പറ്റുള്ളൂ. അതിൻ്റെ കൂടുതൽ ചെയ്യുന്നത് ചിലത് യൂട്യൂബ് ട്രേസ് ഔട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇഷ്യൂസ് വരാത്തത്. 15 കൂടുതൽ ചെയ്തിട്ടുള്ള ഒരുപാട് ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് മിസ്ലീഡിങ് കണ്ടന്റ്, മിസ്ലീഡിങ് മെറ്റാഡാറ്റ എന്നീ തുടങ്ങിയ സെക്ഷനിലായിട്ട് മോണിറ്റൈസേഷൻ റിജക്റ്റഡ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, ടൈറ്റിൽ നിങ്ങളെ വീഡിയോ എന്താണോ ആ വീഡിയോ കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുക ടൈറ്റിൽ വരേണ്ടത്, ഡിസ്ക്രിപ്ഷനിൽ വരേണ്ടത്, ടാഗിൽ വരേണ്ടത്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയം അത് മാത്രം കൊടുക്കുക, അതല്ലാത്ത വേറെ ഒന്നും കൊടുക്കരുത്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും ചോദിക്കാറുണ്ട്, ക്ലെയിം വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ലേ. പല ആളുകളും പല വീഡിയോസിൻ്റെയും കട്ടിങ്സ് കാര്യങ്ങൾ ഇട്ടിട്ട് ചിലപ്പോൾ വീഡിയോ ക്ലെയിം ആയിരിക്കും, ഓഡിയോ ക്ലെയിം ആയിരിക്കും, പലതും വന്നേക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോണിറ്റൈസേഷൻ കിട്ടാൻ പ്രയാസം വരുന്നില്ല എന്നതിൻ്റെ അർത്ഥം, ഒരു ചാനലിൽ 30 വീഡിയോസ് ആണുള്ളത്, 30ഉം ക്ലെയിം ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടൂല. അതേ സ്ഥാനത്ത് നിങ്ങൾ കുറച്ച് വീഡിയോസുകളിലൊക്കെയാണ്, ഒരു 2-3 വീഡിയോസുകളിലൊക്കെ ക്ലെയിം ആണുള്ളത് എന്ന് കരുതിയിട്ട് അതിൽ പ്രയാസം വരുന്നില്ല, പക്ഷേ സ്ട്രൈക്ക് കിട്ടാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ക്ലെയിം ഉള്ള വീഡിയോസിൻ്റെ റവന്യൂസ് ആ കണ്ടന്റ് ഓണർ ആരാണോ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ക്ലെയിമിൻ്റെ വിഷയം പറയുന്ന സമയത്ത് നേരത്തെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന റീയൂസ്ഡ് കണ്ടന്റ് ഇഷ്യൂ. ചില ആളുകൾ വേറെ ചാനലിലുള്ള അതേ സെയിം കണ്ടന്റ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഇത് പോസ്റ്റ് ചെയ്തിട്ട് അതിൽ ക്ലെയിം വന്നിട്ടുണ്ടാവും. ഈ ക്ലെയിം വന്നിട്ടുണ്ട്, അതിൻ്റെ വിഷ്വലും ഓഡിയോയും ഒക്കെ ബാക്ക് എൻഡ് ചെയ്തത്, അതായത് കണ്ടന്റ് ID ഇനേബിൾ ചെയ്തതാണെങ്കിൽ അതിന് മൊത്തം വന്നിട്ടുണ്ടാവും. അത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാൽ പ്രാക്ടീസസും ഉപയോഗിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ കണ്ടന്റ് ചെയ്യുക. നമ്മൾ എന്താണോ അതിൽ നമുക്ക് അറിയുന്ന വിഷയം എന്താണോ അത് മാത്രം ചെയ്തിട്ട് നല്ല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ള ഈ പ്രധാനപ്പെട്ടുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഒരാളും ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓരോരുത്തരും ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ റീപ്ലേകൾക്ക് ഡിലേ ആയേക്കാം, പക്ഷേ എന്നാലും ഞാൻ എല്ലാവരുടെയും റീപ്ലേകൾ കൊടുക്കാറുണ്ട്. എനിവേ, നേരെ ഞാൻ വീഡിയോയിൽ കിടന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ചാനൽ യൂട്യൂബ് ഡെസ്ക്ടോപ്പ് സൈറ്റ് വഴി, നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് വഴിയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഡാഷ്ബോർഡ് സെക്ഷൻ ആയിരിക്കും ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആയി വരിക. ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ദിയ ക്രിയേഷൻ എന്ന് പറയും. നമ്മളൊരു സബ്സ്ക്രൈബറാണ്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ നമുക്ക് സെക്ഷനിലേക്ക് പോവാം. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് മോണിറ്റൈസേഷൻ സെക്ഷൻ ഓപ്പൺ ചെയ്യുക. മോണിറ്റൈസേഷൻ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സിന് എത്ര ആയിട്ടുണ്ട്, അതുപോലെ വാച്ചേഴ്സ് എത്ര ആയിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നേരെ നമ്മൾ താഴെയുള്ള അപ്ലൈ നൗ കൊടുക്കുക.
അപ്ലൈ നൗ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടോ ഇല്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക്കുകളിൽ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ക്ലെയിം വലിയ പ്രശ്നമല്ല, ഒരുപാട് ക്ലെയിം ഉണ്ടോ ഇല്ലേ എന്നീ വിഷയങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അപ്ലൈ നൗ കൊടുത്തതിൻ്റെ ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് വരും. 3 സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക. 3 സ്റ്റെപ്പുകളിൽ ഫസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് പാർട്ണർ പ്രോഗ്രാമിൻ്റെ ടേംസും കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസാണ് മുഴുവനായിട്ട് ഉണ്ടാവും. അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഐ അക്സെപ്റ്റ് ദ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ടേംസ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അക്സെപ്റ്റ് ടേംസ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് ലോഡായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആഡ്സൻസ് അക്കൗണ്ടുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ആഡ്സൻസ് അക്കൗണ്ട് നേരത്തെ ഒരാൾക്ക് ഉള്ളതാണെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇനി അതല്ല പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്ന നേരം ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് 2ൽ 3 ഓപ്ഷൻസ് വരും. ഒന്നെങ്കിൽ നേരത്തെ അക്കൗണ്ട് ഉണ്ട്, ആഡ്സൻസ് അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അക്കൗണ്ട് ഇല്ല. ഇനി അതല്ലെങ്കിൽ നമുക്ക് അറിയുമോ അക്കൗണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ലെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐ ഡോണ്ട് ഹാവ് എൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പുതുതായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് റീഡയറക്റ്റ് ആവുന്നത് നേരെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഏതാണോ മെയിൽ അത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യുക. ഏതാണോ മെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയി വരുന്ന സമയത്ത് ആഡ്സൻസ് അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അവിടെ ആഡ്സൻസിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് നമ്മുടെ ചാനൽ URL അതൊക്കെ അവിടെ കണക്റ്റഡ് ആയിട്ടിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് തൊട്ടടിയിലായിട്ട് കാണാൻ പറ്റുക ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്ക് മെയിൽ വരണോ വേണ്ട എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിലായിട്ട് കാര്യങ്ങൾ വരും. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല ആളുകളും ചിലപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന നേരം ദുബായ് അല്ലെങ്കിൽ സൗദി അങ്ങനെ പുറം രാജ്യങ്ങളിൽ നിൽക്കുന്ന മലയാളീസ് ആണെങ്കിൽ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലൊക്കേഷൻ കൊടുക്കും, കൺട്രി അവിടുത്തെ കൊടുക്കും. എന്നിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് പലപ്പോഴായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇന്ത്യ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ കൊടുത്ത് കഴിഞ്ഞിട്ട് നാട്ടിലുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇന്ത്യ കൊടുക്കുക. അതിൻ്റെ ശേഷം താഴെയായിട്ട് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ടാവും. യെസ് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റഡ് ദ അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക ആഡ്സൻസിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ ഇതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ച് ഒരു ടിപ്സ് എന്നുള്ള ലെവലിൽ വരുന്നതാണ്. അവിടെ നെക്സ്റ്റ് അടിക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നെയിമും കാര്യങ്ങളും ഓരോന്നും കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ നെയിമല്ല ഈ നെയിമായിട്ട് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ എന്ത് പ്രൂഫ് വെച്ചിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആഡ്സൻസിന് നമുക്ക് $10 ആവുന്ന സമയത്ത് വെരിഫിക്കേഷൻ ഉണ്ടാവും, പിൻ വെരിഫിക്കേഷൻ. ഇതിൻ്റെ മുമ്പായിട്ട് നമ്മളുടെ അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ അഡ്രസ് പ്രൂഫ് നമ്മൾ അപ്ലൈ ചെയ്യുന്നേരം എന്താണ് കൊടുക്കുന്നത്, അതിന് പറ്റിയ അഡ്രസ് പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ ലൈസൻസ്, അതുപോലെ തന്നെ പാസ്പോർട്ട്, പാൻ കാർഡ്, ഈ കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഏത് നെയിമാണോ വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ലേഡിയുടേതാണ്. ഈ ഒരു കേസിൽ നമ്മൾ അവരുടെ ഹസ്ബൻഡിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നെയിം കൊടുക്കുന്ന നേരം അവരുടെ ഹസ്ബൻഡിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. പിന്നെ അക്കൗണ്ട് ടൈപ്പ് കൊടുക്കുന്ന നേരം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണോ ബിസിനസ് അക്കൗണ്ട് ആണോ എന്നുള്ളത്. പല ആളുകളും അറിയാതെ ബിസിനസ് അക്കൗണ്ടിലേക്ക് മാറിപ്പോവും. പിന്നെ അതിന് പ്രയാസപ്പെടാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നമുക്ക് നോക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എനിവേ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കൊടുക്കുക, നെയിം കൊടുക്കുക. നെയിം എങ്ങനെയാണോ നമ്മളെ പ്രൂഫിലുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം അഡ്രസ് ലൈൻ 1 കൊടുക്കാനുണ്ടാവും, അഡ്രസ് ലൈൻ 2 കൊടുക്കാനുണ്ടാവും. അഡ്രസ് ലൈൻ 2 രണ്ടും കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ടൗണോ സിറ്റിയോ കൊടുക്കാനുണ്ടാവും, പോസ്റ്റ് കോഡ് കൊടുക്കാനുണ്ടാവും, പിന്നെ സിറ്റി കൊടുക്കാനുണ്ടാവും. ഇത് ഓരോന്നും കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളുടെ പ്രൂഫ് വെച്ചിട്ട് ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, എന്താണ് മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത്. അത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രൂഫ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടായി പ്രയാസമായിട്ട് മാറും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ റീഡയറക്റ്റ് ആയിട്ട് വരും.
റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഇൻ്റർഫേസ് വരും, റീഡയറക്റ്റിംഗ് ടു യുവർ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡിയോ റീഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നോട്ട് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ലെവലിൽ ഇത് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻ റിവ്യൂ അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്നീ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് റിവ്യൂ ഉണ്ടാവാറുണ്ട്, അതുപോലെ ഇൻ പ്രോഗ്രസ് ഉണ്ടാവാറുണ്ട്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഒരു 4 hours അല്ലെങ്കിൽ 5 hours, ചിലപ്പോൾ ഏറെ ഒന്ന് 24 hours. അതിൻ്റെ ഉള്ളിൽ അവിടെയും ഡൺ ആയി മാറും. അത് ഡൺ ആയി കഴിഞ്ഞാൽ പിന്നെ തേർഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യലാണ്. തേർഡ് സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളൂ, ഓട്ടോമാറ്റിക്കലി അവിടുന്ന് സ്റ്റാർട്ട് ആയിക്കോളൂ. ഇനി അഥവാ സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ അവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സ്റ്റാർട്ട് ആയിക്കോളൂ. അതിന് ശേഷം നമുക്കൊരു 7 days വെയിറ്റ് ചെയ്യാം. മാക്സിമം 7 days വരുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്തായാലും കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഉള്ളിൽ എന്താണെങ്കിൽ ഈ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണെന്നുള്ളതും അവിടെ നോട്ടീസ് ചെയ്യപ്പെടുന്നതാണ്. ആ ഇഷ്യൂ നമുക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. ഇനി മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ആർ അക്സെപ്റ്റഡ് ടു യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള അതും മെയിലായിട്ട് വരുന്നതായിരിക്കും. പിന്നെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് വരിക. ഇവിടെ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർസ്, ഓവർവ്യൂ, എല്ലാ വിഷയങ്ങളും ഉണ്ടാവും. പിന്നെ നമുക്ക് നേരെ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം എന്നുള്ള ഓപ്ഷനും കൂടെ അവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതായിരിക്കും. ഇത്രയും സിമ്പിൾ പ്രോസസ്സിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും ചോദിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, നോർമലി പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പിന് ചിലപ്പം ഒരു 24 hours ടൈം ചിലപ്പം അത് പ്രോഗ്രസ് ആയി കിടക്കും. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു 7. പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 3 days ഉള്ളിൽ മോണിറ്റൈസ്ഡ് ആവുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഹെൽപ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾക്ക് എന്നെ ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിവേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്